നമുക്കെന്നുണ്ടല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കേരളത്തിൽ പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന കൂന്തൽ അല്ലെങ്കിൽ കണവ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ഞാനപ്പോ 1 കിലോ കൂന്തലാട്ടോ എടുത്തേക്കുന്നത്. ഞങ്ങളുടെ നാട്ടില് കൂന്തൽ എന്നാട്ടോ പറയുന്നത്. ഞാനൊരു കുഞ്ഞു സവാളയും പിന്നെ ഒരു 8-10 കുഞ്ഞുള്ളിയും കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ കുഞ്ഞുള്ളി മാത്രം ഇടുന്ന കേട്ടോ ടേസ്റ്റ്. പിന്നെ ഇതിലോട്ട് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഒരു അരമുറി തക്കാളിയും കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 3 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും പിന്നെ മസാലപ്പൊടികളായിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആട്ടോ ഇടേണ്ടത്. ശരിക്കും നമ്മൾ എടുത്ത ഈ സ്പൂൺ ഉണ്ടല്ലോ അത് ശരിക്കും 2 ടീസ്പൂൺ കൊള്ളുന്ന ഒരു സ്പൂണാണേ. അപ്പൊ ഞാൻ ഈ സ്പൂണിന്റെ അളവിലാണെങ്കിൽ 1 സ്പൂൺ മല്ലിപ്പൊടിയും 1.5 സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ടേ. ഇനി ഇതിലോട്ടുണ്ടല്ലോ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഓയിലും പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കണവയുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ടുണ്ടല്ലോ. ഈ മസാല എല്ലാം കൂടി അങ്ങ് തേച്ച് പിടിപ്പിക്കണേ ഇതിലോട്ട്. ആ തക്കാളിന്നും സവാളയിന്നൊക്കെ ജ്യൂസൊക്കെ ഇറങ്ങി നല്ലതായിട്ടൊക്കെ മിക്സ് ചെയ്യണേ. അയ്യോ മിക്സ് ചെയ്യാൻ വരട്ടെ. നമ്മൾ ഇതിലോട്ട് ഒരു കാര്യം ആഡ് ചെയ്യാൻ മറന്നുപോയേ. കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇടണേ. എന്നിട്ട് നല്ലതായിട്ട് തിരിച്ച് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് വെള്ളമൊന്നും ആഡ് ചെയ്യരുത് കേട്ടോ. കണവ വെന്ത് ചെയ്യുമ്പോൾ വെള്ളം വിടുവേ. അപ്പൊ അടച്ചു വെച്ചിട്ട് എനിക്ക് കണവ വേവാൻ വേണ്ടി 5 വിസിൽ വേണ്ടി വന്നേ. നമ്മുടെ കണവ നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകൊക്കെ പൊട്ടിക്കാം കേട്ടോ. ഞാൻ കടുകൊന്നും പൊട്ടിക്കത്തില്ല. എന്നിട്ട് നമ്മൾ ആ വെന്ത കണവയുണ്ടല്ലോ അതിന്റെ ചാറോട് കൂടി തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിന്റെ വെള്ളമൊക്കെ വറ്റിച്ച് ചെറു തീയിലിട്ട് വരട്ടി 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 നമ്മൾ നല്ല എണ്ണയൊക്കെ തെളിയുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കും കേട്ടോ. അപ്പൊ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂന്തൽ. അപ്പോൾ വളരെ എളുപ്പമാണ് ഈ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.